Dear students, welcome to Learner's World. In this video, I'm going to talk about the story behind the story by Kenneth Blanchard. FAUGP SEC Semester 4 Humanities and Other BA programs under Calicut University. Summary of the story behind the story. The story behind the story is an introduction written by Ken Blanchard to the famous motivational book Who Moved My Cheese, which was written by Dr. Spencer Johnson. ദ സ്റ്റോറി ബിഹൈൻഡ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷനാണ്, ഒരു ആമുഖമാണ്. ഹൂ മൂഡ് മൈ ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷണൽ ബുക്കാണ്. അതിൻ്റെ ഒരു ആമുഖമാണ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ആമുഖം എഴുതിയിട്ടുള്ളത് കെൻ ബ്ലഞ്ചാർഡാണ്. ഈ ബുക്ക് ഹൂ മൂഡ് മൈ ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് ഡോക്ടർ സ്പെൻസർ ജോൺസൺ ആണ്. ഓക്കെ. In this section, Blanchard explains the purpose of the story and how its simple message helps people understand and deal with change in life and work. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ജോലിയിലും ഒക്കെ മാറ്റങ്ങളെ എങ്ങനെ മനസ്സിലാക്കാനും നേരിടാനും ഈ കഥ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ബ്ലഞ്ചാർഡ് വിശദീകരിക്കുന്നത് ഈ ഒരു ആമുഖത്തിലൂടെ. ബ്ലഞ്ചാർഡ് ബിഗിൻസ് ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ചേഞ്ച് ഈസ് അൺഅവോയ്ഡബിൾ ആൻഡ് ഓഫൺ മേക്സ് പീപ്പിൾ അൺകംഫർട്ടബിൾ. അതുപോലെ ബ്ലഞ്ചാർഡ് തുടങ്ങുന്നത് തന്നെ ചേഞ്ച്, അതായത് മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലും മാറ്റങ്ങൾ വരാം, നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരാം. പക്ഷേ ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അൺകംഫർട്ടബിൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് നമുക്ക് മാറ്റം എന്ന് പറയുന്ന സമയം ജോലിയിലുള്ള മാറ്റം അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളിലുള്ള, അതായത് നമ്മുടെ ലൈഫിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിലേക്ക് ഉള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൺകംഫർട്ടബിൾ ആണ്. കാരണം അവർ ആ ഒരു ഫെമിലിയറൈസ് ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ പോവുമായിരിക്കും. പെട്ടെന്നുള്ളൊരു മാറ്റം അവർക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ ഫിയർ ചേഞ്ച് ബിക്കോസ് ദേ ബിക്കം ഇമോഷണലി അറ്റാച്ച്ഡ് ടു ഫെമിലിയർ സിറ്റുവേഷൻസ്. ഒട്ടുമിക്ക ആളുകൾക്കും പേടിയാണ് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ. കാരണം അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ അവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഇൻ ദി സ്റ്റോറി, ചീസ് ഈസ് യൂസ്ഡ് ആസ് എ മെറ്റഫോർ ഫോർ ദ തിങ്സ് പീപ്പിൾ വാണ്ട് ഇൻ ലൈഫ് സച്ച് എസ് എ ഗുഡ് ജോബ്, സക്സസ്, ഹാപ്പിനെസ്, റിലേഷൻഷിപ്പ്, ഹെൽത്ത് ഓർ പീസ് ഓഫ് മൈൻഡ്. ഈ ഒരു സ്റ്റോറിയിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ചീസും രണ്ടാമത്തെ മെയ്സും. ചീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മെറ്റഫറായിട്ടാണ് ചീസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആളുകൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതായത് നല്ല ജോലി, വിജയം, സന്തോഷം, ബന്ധങ്ങൾ, ആരോഗ്യം, സമാധാനം ഒക്കെയാണ് വേണ്ടത്. ഇതിനെയാണ് ഈ ഒരു ചീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. The maize represent the environment in which people live and work, while the characters represent different ways people react to change. മൈസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ചുറ്റുപാടാണ്. അതിനെയാണ് മെയ്സിന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കഥാപാത്രങ്ങളുണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ അതിനോട് റിയാക്ട് ചെയ്യുന്നത്, പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. The story shows that some characters resist change, complain and remain stuck in the past. ഈ കഥയിൽ ചില കഥാപാത്രങ്ങൾ മാറ്റത്തെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അത് ലൈഫിലുള്ള ചേഞ്ച് ആകാം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള ചേഞ്ച് ആകാം, അതിനെ എതിർക്കുകയും പരാതിപ്പെടുകയും ആ ഒരു ലൈഫിൽ ആ ഒരു പഴയ സിറ്റുവേഷനിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ദ റെഫ്യൂസ് ടു ആക്സെപ്റ്റ് റിയാലിറ്റി ആൻഡ് സഫർ ആസ് എ റിസൾട്ട്. അവർക്ക് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ, ആ ഒരു മാറ്റത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സും അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. In contrast, other characters accept change quickly, adapt their behavior and move forward confidently. വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് ചില ക്യാരക്ടേഴ്സ് അവർക്ക് ഇങ്ങനെയുള്ള ചേഞ്ചുകൾ അവർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. അവരുടെ സ്വഭാവം അതുപോലെ തന്നെ അവർ മാറ്റിയെടുക്കും.
അവർ വളരെ കോൺഫിഡൻറ്റോടു കൂടി മുന്നോട്ട് പോകും. Blanchard explains that although humans are more intelligent than mice, they often make life difficult by overthinking instead of taking simple action. അതായത് പിന്നീട് ബ്ലഞ്ചാർഡ് എക്സ്പ്ലെയിൻ ചെയ്യാണ്, മനുഷ്യരെങ്ങനെയാണെന്ന് വെച്ചാൽ മൈസിനേക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ്, പക്ഷേ അവരെപ്പോഴും ഓവർ തിങ്കിങ് നടത്തി ലൈഫ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കും, കുറച്ചും കൂടെ സങ്കീർണമാക്കും. ഒരു സിമ്പിൾ കാര്യം മതിയാവും, പക്ഷേ അവർ അതിനെ സങ്കീർണമാക്കും എന്നാണ് പറയുന്നത്. സംടൈംസ് സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ റെസ്പോൺസസ് വർക്ക് ബെസ്റ്റ് ആൻഡ് ചേഞ്ച് ഒക്കേഴ്സ്. മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ വളരെ ലളിതമായിട്ടുള്ള പ്രാക്ടിക്കൽ റെസ്പോൺസസിൽ ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ബ്ലഞ്ചാർഡ് സപ്പോർട്ട്സ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ബ്ലഞ്ചാർഡ് ഈ ഒരു സ്റ്റോറി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മെസ്സേജ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ നിത്യജീവിതത്തിലെ കുറച്ച് ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. ഈ മെൻഷൻസ് ഹൗ എ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റർ സേവ്ഡ് ഹിസ് കരിയർ ബൈ ചേഞ്ചിങ് ഹിസ് ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ ലെസൺ ഓഫ് ദ സ്റ്റോറി. അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒരു സ്പോർട്സ് ബ്രോഡ്കാസ്റ്റർ, അതായത് സ്പോർട്സ് വാർത്തകളൊക്കെ നൽകുന്ന ഒരാൾ അയാളുടെ കരിയർ സേവ് ചെയ്തത് എങ്ങനെയാണെന്ന്, അയാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ടാണ് അയാൾ ഈ ഒരു കരിയർ സേവ് ചെയ്തതെന്നാണ് പറയുന്നത്. This example shows that accepting change can bring positive results in both personal and professional life. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിലൂടെ അതായത് മാറ്റങ്ങളെ സ്വീകരിക്കുന്നത് വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ നല്ലൊരു റിസൾട്ട് വരുമെന്ന്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. ദ ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്: ദ സ്റ്റോറി, എ ഡിസ്കഷൻ ആൻഡ് ഡീപ്പർ റിഫ്ലക്ഷൻസ്. ഈ ഒരു ബുക്ക് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: സ്റ്റോറി, ഡിസ്കഷൻ, ഡീപ്പർ റിഫ്ലക്ഷൻസ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥ, അതുപോലെ ഡിസ്കഷൻ ചർച്ച, അതുപോലെ ആഴത്തിലുള്ള ചിന്തകൾ. The discussion section encourages readers to think about how the message applies to their own lives. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ സെക്ഷൻ, ചർച്ച, ആ ഒരു ഭാഗം വായനക്കാരെ അവരുടെ ജീവിതത്തിൽ ഈ സന്ദേശം എങ്ങനെ ബാധിക്കുന്നു എന്ന് ആലോചിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. Blanchard believes that readers may discover new meanings such each time they read the story. ബ്ലഞ്ചാർഡ് വിശ്വസിക്കുന്നത്, അതായത് ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത്. ദ സെക്ഷൻ എൻഡ്സ് വിത്ത് എ ഹോപ്പ്ഫുൾ മെസ്സേജ്. അതുപോലെ ഈ ഒരു ഭാഗം വളരെ പ്രതീക്ഷ നിറഞ്ഞ ഒരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. റീഡേഴ്സ് ആർ എൻകറേജ്ഡ് ടു റിമൈൻ ഫ്ലെക്സിബിൾ, ഓവർകം ഫിയർ ആൻഡ് മൂവ് ഫോർവേഡ് കോൺഫിഡൻ്റ്ലി. റീഡേഴ്സ്, വായനക്കാർ എപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഫ്ലെക്സിബിളായിട്ട്, പേടിയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകണം, ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട്. ദ കീ ലെസൺ ഈസ് സിമ്പിൾ: സക്സസ് കംസ് ടു ദോസ് ഹു ആക്സെപ്റ്റ് ചേഞ്ച് ഏർലി ആൻഡ് ലേൺ ടു മൂവ് വിത്ത് ദ ചീസ്. ഇതിൻ്റെ ലെസൺ, ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. നമ്മളിലേക്ക് വിജയം വരും, നമ്മൾ മാറ്റങ്ങൾ സ്വീകരിക്കുകയും നേരത്തെ തന്നെ മാറ്റങ്ങൾ സ്വീകരിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും, ഏതുപോലെ മൂവ് വിത്ത് ദ ചീസിനൊപ്പം നീങ്ങാൻ പഠിക്കുകയും ചെയ്യുന്നവരാണ് വിജയിക്കുന്നത് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.